തമിഴിൽ വളരെ പ്രസിദ്ധമായ ഒരു സിനിമയുണ്ട്, ചിന്നത്തമ്പി. തമിഴ്നാട്ടിലെ സുകുമാരി എന്നറിയപ്പെടുന്ന ഹാസ്യ നടി നായിക നടിയായിട്ടൊക്കെ അഭിനയിച്ചിരുന്നു. പിന്നെ അവരുടെ മകനായി പ്രഭു വരുന്നുണ്ട്. ആ സ്ത്രീയെ പ്രഭുവിന്റെ മുന്നിൽ വെച്ച് ആ സ്ത്രീയുടെ മാംഗല്യപ്പൊട്ട് അഴിച്ചുകളയുകയും താലി പൊട്ടിച്ചെറിയുകയൊക്കെ ചെയ്യുന്ന അതിവൈകാരികമായ രംഗങ്ങൾ ആ സിനിമയിലുണ്ട്. ആ രംഗം നടക്കുമ്പോൾ തമിഴ്നാട്ടിലെയും കേരളത്തിലേക്ക് പല തിയേറ്ററുകളിലും ആളുകൾ എണീറ്റ് നിന്ന് പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. കാര്യം അത്രമാത്രം പവിത്രമാണ് ഭാരതത്തിൻ്റെ സ്ത്രീകൾക്ക് താലിയും സിന്ദൂരപ്പൊട്ടും മംഗല്യപ്പൊട്ടും. ഞാൻ ഈ പശ്ചാത്തലം പറയാൻ കാരണം, ജന്മം കൊണ്ട് തന്നെ ഭീകരത കാണിക്കുന്ന, എപ്പോഴും ഭീകരതയിൽ മാത്രം ആറാടുന്ന ഒരു രാജ്യം, അവർക്ക് അത് മാത്രമേ അറിയാവൂ. 30 വർഷമായി ഭാരതത്തെ വല്ലാതെ അവർ വേട്ടയാടുന്നു. യുദ്ധങ്ങൾ നടത്തി, അത് വേറൊരു കഥ. സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ, വിഭജനം നടന്ന അന്ന് മുതൽ, ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും ഇന്ത്യയെന്നും വിഭജനം കിട്ടിയ അന്ന് മുതലേ അടിയാണവർ. പക്ഷെ കഴിഞ്ഞ 30 വർഷമായി തുടർച്ചയായ നിശ്ചിത ഇടവേളകളിൽ ഭാരതത്തെ ഉപദ്രവിക്കും. പുൽവാമയും ഉറിയും ബോംബെ ആക്രമണവും പാർലമെന്റ് ആക്രമണവും എല്ലാം അവർക്ക് വിനോദങ്ങളായിരുന്നു. അൽ-ഖ്വയ്ദ പോലുള്ള ഭീകരവാദികളെ വളർത്തിക്കൊണ്ട്, ഭീകരവാദ പ്രസ്ഥാനത്തിലും വളർത്തിക്കൊണ്ട് കാശ്മീരിന്റെ പേരിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ഭീകരവാദ പ്രവർത്തനം നടത്തുമായിരുന്നു. ബോംബെ എന്തിനാണ് ആക്രമിക്കുന്നത്? കാശ്മീരിനെ ബന്ധപ്പിടിച്ച്. ഡൽഹി പാർലമെന്റ് എന്തിനാണ് ആക്രമിക്കുന്നത്? അപ്പോൾ യാതൊരു ലക്ഷ്യബോധമില്ലാതാണ് ഭീകരവാദികൾ പ്രവർത്തിക്കുന്നത്. അരക്ഷിതത്വം ഭാരതത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. പഹൽഗാമിൽ അവർ ചെയ്തത് എന്താണ്? ഭാരതത്തിൽ നിന്ന് പോയ, വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോയ സ്ത്രീകൾ, സൈനികന്റെ ഭാര്യ അടക്കം പുരുഷന്മാരോട് കലീമ ചൊല്ലാൻ പറയുകയും പാൻറ്റും വസ്ത്രവും ഒക്കെ അഴിച്ച് സുന്നത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുകയും ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ അവർ ഹിന്ദുവാണെന്നറിഞ്ഞ് കൊല്ലുകയും, എന്നെ കൂടി കൊല്ലണമെന്ന് ആ സ്ത്രീകൾ പറഞ്ഞപ്പോൾ, ഭാര്യമാരും മക്കളും ഒക്കെ പറഞ്ഞപ്പോൾ, നിങ്ങൾ മോഡിയോട് ചെന്ന് പറഞ്ഞേക്കൂ, എന്നിട്ട് അവരുടെ മംഗല്യപ്പൊട്ടും സിന്ദൂരപ്പൊട്ടും അഴിച്ചു കളഞ്ഞു. ആ അഴിച്ചു കളഞ്ഞതിൻ്റെ ബാക്കി സിന്ദൂരവും മംഗല്യപ്പൊട്ടിൻ്റെ ബാക്കി കുങ്കുമവും സ്ത്രീകൾ ഒരുപക്ഷെ അവരുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. കൃത്യം 15-ാം ദിവസം, നമ്മൾ അങ്ങനെ പറയുമല്ലോ, മരണം നടന്ന 16 അടിയന്തരത്തിനാണല്ലോ ഇതുവരെ നമ്മൾ സമാധാനമായിരിക്കും. 16 അടിയന്തരം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചു കൊടുക്കും. അതുപോലെ തന്നെ 15 ദിവസത്തെ തയ്യാറെടുപ്പ് നടത്തി 16-ന് ആകുമ്പോൾ, 16-ലേക്ക് വെളുക്കുമ്പോൾ, പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധീന കാശ്മീരിലെയും പഞ്ചാബിലെയും 9 ഇടങ്ങളെ, ഭീകരവാദികളുടെ താവളങ്ങളെ നാം തകർത്ത് തരിപ്പണമാക്കി. മൻസൂദിനെ പോലെയുള്ള വലിയ ഭീകരവാദികളുടെ താവളങ്ങൾ നമ്മൾ ഇല്ലാതാക്കി. 9 ഇടങ്ങളാണ്. നമ്മുടെ സിവിലിയന്മാർ ഒരു ആളുകളെയും കൊല്ലുന്ന രീതി സ്വീകരിക്കാറില്ല. സിവിലിയന്മാരെ കൊല്ലുന്ന രീതി ഭാരതം ഒരിക്കലും സ്വീകരിക്കാറില്ല. ഭീകരത്താവളങ്ങളാണ് ഇല്ലാതാക്കിയത്. സാധാരണ ലോകരാജ്യങ്ങളൊക്കെ ചെയ്യുന്നത്, സ്ത്രീകളെയും കുട്ടികളെയുമുള്ള പ്രദേശങ്ങളിൽ പോയി സിവിലിയന്മാരെ കൊന്നിട്ട് ആ രാജ്യത്തിനെ വേദനിപ്പിക്കും. ഏത് രാജ്യത്തെയാണോ ഉപദ്രവിക്കേണ്ട ആ രാജ്യത്തെ വേദനിപ്പിക്കും. ഭാരതം അവിടെയും അങ്ങനെ ഒരു തന്ത്രം എടുത്തില്ല. സിന്ധു നദിയിലെ ജലത്തിന്റെ കരാർ മരവിപ്പിച്ചു. പാകിസ്ഥാനിലേക്കുള്ള മറ്റ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി എല്ലാം നിർത്തിവെച്ചു. ഇപ്പോൾ 9ഓളം കേന്ദ്രങ്ങളിൽ തല്ലാനും പോയി, നല്ല അടി കൊടുത്തു. ഇനിയും 12 കേന്ദ്രങ്ങൾ ഉണ്ടെന്നാണ് അറിയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ഇനിയുള്ള കേന്ദ്രങ്ങൾ കൂടി തകർത്ത് ഭാരതം സിന്ധൂറിന്റെ 2ാം ഘട്ടം കൂടി ചെയ്യേണ്ടതുണ്ട്. ഒരു ഭീകരവാദിയെ വളർത്താൻ അനുവദിക്കില്ല എന്ന് ഭാരതം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. വളരെ കൂളായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇതെല്ലാം കൈകാര്യം ചെയ്തത്. വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ ഇതിനിടയിൽ വന്നിരുന്നു. ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് പോയിരുന്നു. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പോയപ്പോഴും മറ്റിടങ്ങളിൽ പോകുമ്പോഴൊന്നും പാകിസ്ഥാനെ തിരിച്ചടിക്കുമെന്നോ പാകിസ്ഥാന്റെ ഭീകരവാദ താവളങ്ങൾ തകർക്കുമെന്നോ ഒന്നും പറഞ്ഞില്ല. സൈന്യങ്ങൾക്ക് ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് ചെയ്തത്. അവർ മനോഹരമായി അത് കൈകാര്യം ചെയ്തു എന്ന് മാത്രമല്ല, സിന്ദൂരപ്പൊട്ടിന് പകരം വീട്ടുകയും ചെയ്തു. മംഗല്യപ്പൊട്ട് ഭാരതത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവിത്രമാണ്. ഇത് ഝാൻസി റാണിയുടെ നാടാണ്, സീതമാരുടെ നാടാണ്. ഇവിടെ ഇത്രയും പവിത്രമായി സ്ത്രീകൾ ജീവിക്കുമ്പോൾ അവരുടെ മംഗല്യപ്പൊട്ടിനെയും കുങ്കുമപ്പൊട്ടിനെയും
ഉൾപ്പെടെ വെല്ലുവിളിച്ച പാകിസ്ഥാന് നല്ല പ്രഹരമാണ് ഭാരതം ഏൽപ്പിച്ചത്. വലിയ സ്ട്രാറ്റജിക്കൽ സ്ട്രൈക്കാണ് കൊടുത്തത്. അവരുടെ ഒരു പട്ടണങ്ങളും നാം തകർത്തില്ല, ഒരു ഗ്രാമങ്ങളും തകർത്തില്ല, ഒരു ജനവാസ പ്രദേശവും നാം തകർത്തില്ല. അതേസമയം ഭീകരവാദികളുടെ താവളങ്ങൾ ഒന്നും നമ്മൾ വിട്ടിട്ടുമില്ല. 21-ലധികം വരുന്ന തീവ്രവാദ കേന്ദ്രങ്ങൾ നമ്മൾ ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്തു. അത് 40ഓളം കേന്ദ്രങ്ങൾ വരും എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയും ഉണ്ട് നമ്മൾക്ക് തകർക്കാൻ ഒരുപാട് കേന്ദ്രങ്ങൾ. ഫൗമിക സിംഗും ഖുറൈഷിയും പത്രസമ്മേളനത്തിൽ ഒരു മുസ്ലിം വനിതയും ഒരു സിഖ് വനിതയും ഇവിടെ സംഘിയാണ് ഭരിക്കുന്നത്, BJP ആണ്, അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, സിഖുകാർക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ തള്ളിമറിക്കുമല്ലോ. പക്ഷെ അതിന് ഒക്കെ പകരം വച്ചുകൊണ്ട് അതൊന്നും ഭരണത്തെ ബാധിക്കുന്നില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് ഭാരതത്തിലെ 2 പ്രമുഖ സമുദായത്തിൽപ്പെട്ട മതത്തിൽപ്പെട്ട 2 വനിതകളെ വളർത്തി അവർ സൈന്യത്തിലെ വലിയ പദവികളിലെത്തി. മെരിറ്റ് കൊണ്ട് തന്നെയാണ് അവർ അവിടെ എത്തിയത്. സ്ത്രീകളായതുകൊണ്ടോ ന്യൂനപക്ഷ സമുദായങ്ങളിലോ മതങ്ങളിലോ ജനിച്ചത് കൊണ്ടല്ല, മെരിറ്റ് കൊണ്ട് തന്നെയാണ്. പക്ഷെ ആ മെരിറ്റിനെ അംഗീകരിക്കുന്ന ഒരു ഭരണഘടനയും ഒരു രാജ്യവ്യവസ്ഥയും കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. ആ മെരിറ്റ് കൊണ്ട് തന്നെ എത്തിയ സ്ത്രീകൾ, വനിതകളാണ് ഇതൊക്കെ വിശദീകരിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സിന്ദൂരത്തിന്, ഭാരത സ്ത്രീകളുടെ സിന്ദൂരത്തിന് നാം മറുപടി തുടങ്ങിയിട്ടുണ്ട്. ഇത് പൂർത്തിയാക്കുന്നത് എല്ലാ ഭാരത സ്ത്രീകളുടെയും കണ്ണുനീരിന്, അല്ലെങ്കിൽ എത്രയോ ആളുകളെ കൊന്നു, എത്രയോ വിധവമാരുണ്ടായി. നമ്മളിത് മനസ്സിലാക്കുന്നത് സ്വാതന്ത്ര്യ സമരം ദിനാഘോഷം നടക്കുമ്പോൾ, റിപ്പബ്ലിക് ദിനാഘോഷം നടക്കുമ്പോൾ മരിച്ചുപോയ ഭർത്താക്കന്മാരുടെ, ആണുങ്ങളുടെ അല്ലെങ്കിൽ പുരുഷന്മാരുടെ വിധവകൾ വന്ന് ഈ ചക്രകൾ, വീരചക്രയും പരമവീരചക്രയും ഒക്കെ രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങുമ്പോൾ അവരൊരു സല്യൂട്ട് അടിക്കുകയും കരയുകയും ചെയ്യുന്ന രംഗമുണ്ട്. എത്രയോ തവണ നാം ഇത് കണ്ടതാണ്. പക്ഷെ അതിനൊക്കെ ഒരു പരിഹാരമുണ്ടാക്കുവാൻ നമ്മുടെ സൈനികരുടെ ഭാര്യമാർക്ക്, അമ്മമാർക്ക്, സഹോദരങ്ങൾക്ക്, മക്കൾക്ക് ഇനിയും കരയാതിരിക്കുവാനുള്ള സിന്ദൂര പൊട്ടായി ഈ സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂർ മാറട്ടെ. എല്ലാ ഭീകരവാദികളെയും ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കുന്നത് വരെ ഭാരതം ഈ ദൗത്യം തുടരണം. അതിനുള്ള എല്ലാ ശക്തിയും ഇന്ന് ഭാരതത്തിനുണ്ട്. ലോക രാജ്യങ്ങൾ ഭാരതത്തോടൊപ്പമാണ്. സാമ്പത്തിക ശക്തിയായി, ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം വളരാൻ അനുക്രമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ ശ്രമത്തിനിടയിൽ ഭീകരവാദത്തെ, മത തീവ്രവാദത്തെ വേരോടെ പിഴുതെറിയുവാൻ അത് പാകിസ്ഥാൻ അതിൻ്റെ സാമ്രാജ്യമാണ്, മൊത്തം കൊട്ടേഷൻ എടുത്തിരിക്കുന്ന രാജ്യമാണ്. അത് പാകിസ്ഥാൻ എന്ന രാജ്യം ഇല്ലാതായാൽ പോലും ഭീകരതയെ നശിപ്പിക്കുവാൻ അങ്ങനെ പോലും ചിന്തിച്ചാലും തെറ്റല്ലെന്ന് പറയേണ്ടി വരും. അത്രമാത്രം ഭീകരതയിൽ ജനിച്ച്, ഭീകരതയിൽ വളർന്ന്, ഭീകരതയിലൂടെ മാത്രം ലോകത്തിന് സന്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ അധപ്പതിക്കുന്നു. അവർക്ക് ആഭ്യന്തരമായി ബലൂചിസ്ഥാന്റെ പ്രശ്നങ്ങളുണ്ട്. ഭാരതത്തെ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ തിരിച്ചു കിട്ടുന്ന പ്രശ്നങ്ങളുണ്ട്. സൈനികമായി അവർ വളരെ വീക്കാണ്, സാമ്പത്തികമായി വളരെ അനിശ്ചിതാവസ്ഥയിലാണ്. എന്നാലും അവരുടെ ഈ ദുഷിച്ച സ്വഭാവത്തിന് ഒരു കുറവുമില്ല. അതിന് പരിഹാരമുണ്ടാകാൻ ഈ സിന്ദൂർ മാറും. ഓപ്പറേഷൻ സിന്ദൂർ അതിൻ്റെ ഗരിമയിൽ അനവരതം, അനുസ്യൂതം മുന്നോട്ട് പോകട്ടെ.